വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഇപ്പം 3-4 ദിവസമായിട്ട് എല്ലായിടത്തും നല്ല മഴയാണല്ലോ. രാവിലെ നേരത്തെ എണീക്കാനൊക്കെ ഭയങ്കര മടിയുണ്ട് കേട്ടോ. പക്ഷേ ഇന്നത്തെ ദിവസം എന്തായാലും എണീക്കാണ്ടിരിക്കാനും കുളിക്കാണ്ടിരിക്കാനും പറ്റൂല. കാരണം ഇന്ന് എൻ്റെ പിറന്നാളാണ്. 7-7:30 ആകുമ്പോഴേക്കും ഞാൻ എണീറ്റു കേട്ടോ. എന്നിട്ട് പിന്നെ നേരെ ബ്രഷ് ചെയ്ത് കുളിക്കാനൊക്കെ പോയി. നല്ല തണുപ്പ് വെള്ളമാണ്, അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് ആണ് കുളിച്ചത്. പിന്നെ ചെറിയ മേക്കപ്പൊക്കെ ചെയ്തു. പിന്നെ ഇതെന്നെ എൻഗേജ്മെൻറ്റിന് ഇട്ട വള കേട്ടോ. അപ്പം ഇത് ഞാൻ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഇന്നെന്തായാലും ഇതിടാമെന്ന് വിചാരിച്ചു. അമ്മ പൂജാമുറിയിൽ വിളക്കൊക്കെ വെച്ചിട്ടാണ് അമ്പലത്തിൽ പോയത്. എനിക്കിന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഞാൻ പോയി ചായ കുടിക്കട്ടെ. പിന്നെ ഫേവറേറ്റ് എന്താണ്, റവപ്പുട്ടാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ എനിക്ക് റവപ്പുട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലും. അപ്പം ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരണേ. തലേന്ന് കുതിർത്ത് വെച്ച ബദാം ഒരു 4 ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ, രാവിലെ വെറും വയറ്റിൽ. എന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. റവപ്പുട്ടാകുമ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട, പപ്പടം മാത്രം മതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൊലായിൽ കുറച്ച് നേരം പോയിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ഭയങ്കര മഴയായിരുന്നു, നല്ല സ്ട്രോങ് മഴയായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയൊക്കെ നോക്കി, വേണ്ട പനി പിടിച്ചാൽ വെച്ചിട്ട് വേഗം കയറി കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ അമ്പലത്തിൽ നിന്ന് വന്നു. എനിക്ക് പുഷ്പാഞ്ജലിക്ക് കഴിച്ച പ്രസാദമൊക്കെ ആയിട്ടാട്ടോ വന്നത്. അപ്പോൾ അത് തൊട്ട് തരാണ്. അമ്മ തൊട്ട് തരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വലുതാക്കിയിട്ടേ തൊടുള്ളൂ. കണ്ടില്ലേ, ഇത്ര വലിയ ചന്ദന കേട്ടോ തൊട്ടത്. ഇനി എന്തായാലും പുറത്തൊന്നും പോകണില്ലല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. കുറച്ച് പൂവ് എടുത്ത് മുടിയിലും വെച്ച് അങ്ങനെ ഞാൻ റൂമിലേക്ക് പോവുകയാണ്. അമ്മ അതേ സദ്യയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കുഞ്ഞുണ്ണും കുഞ്ഞത്തും വന്നു കേട്ടോ. വന്നപ്പം തന്നെ എനിക്കൊരു മാംഗോ ഐസ്ക്രീം ആയിട്ടാണ് വന്നത്. അപ്പോഴേക്കും ഇതേ കുഞ്ഞത്ത് വേറൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടേ. കുഞ്ഞത്തിന്റെ വക ഗിഫ്റ്റാണ്. ഇന്നലെ തരുന്ന പണി. കുഞ്ഞത്തിന് എൻ്റെ പോലെ കുറച്ച് ക്രിയേറ്റീവ് പ്രാന്തൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, നമുക്കറിയാം. വർക്കൗട്ട് ചെയ്യാൻ നോക്കട്ടെ. ക്ലേയും ഐസ്ക്രീം സ്റ്റിക്കും ഉണ്ടല്ലേ വർക്കൗട്ട് ചെയ്യാനുള്ള സാധനം. വെരി ഗുഡ്. നമ്മളെ വിഭവങ്ങൾ എന്തൊക്കെയാന്ന് കാണിക്കും നോക്കട്ടെ. ഉപ്പേരി, പുളിഞ്ചി, പിന്നെന്താ ഇതെന്താ, കിച്ചടി അല്ല, കൂട്ടുകറി. കൂട്ടുകറി അത് സാരില്ല. അടുത്ത കറക്റ്റ് പറയാ നോക്കട്ടെ. അതെന്താ പറയാ, എന്താ പറയ നോക്കട്ടെ, അറിയാ നോക്കട്ടെ. മോര്, ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ട് അടിച്ചത്. പിന്നെ ഇതെന്താ, എന്താണ്, അവിയലുണ്ട്. ഇപ്രാവശ്യം ചെറിയൊരു സദ്യയാണ് കേട്ടോ ഒരുക്കിയത്. സാമ്പാറും അവിയലും പായസവും പപ്പടും പുളിയിഞ്ചിയും കൂട്ടുകറിയും അതൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലേ. അതൊക്കെ ഉണ്ടായാലല്ലേ സദ്യ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും ഒഴിവാക്കിയില്ല, ബാക്കിയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കി കേട്ടോ. അങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഇലയിൽ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൻ. നാളുടെ അന്ന് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് അരിയും പൂവൊക്കെ ഇട്ടതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാറ്. എല്ലാവരും അങ്ങനെ തന്നെയാണോ ചെയ്യാറെന്ന് പറയണം കേട്ടോ. സദ്യയൊക്കെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പിറന്നാളുകാർക്ക് ഇനി വേണമെങ്കിലും രണ്ടാമതൊരു പ്രാവശ്യം കൂടി ചോറും വിഭവങ്ങളൊക്കെ വിളമ്പി കൊടുക്കും കേട്ടോ. നമ്മൾ വേണ്ടാന്ന് പറയാൻ പാടില്ല. സദ്യയും പായസമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഒരാൾ കേക്കും കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ടാറ്റിൻ്റെ വക ഇതാ എനിക്കൊരു കേക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. കണ്ണനെ ഏൽപ്പിച്ചതാണ് മേടിക്കാൻ. അങ്ങനെ വിചാരിക്കാതെ ഒരു കേക്ക് കട്ടിങ്ങും കൂടെ ഉണ്ടായി കേട്ടോ. സമയത്ത് അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്ത് കേക്കൊക്കെ കഴിച്ചു. അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ പീസ് ഞാൻ തന്നെ കഴിച്ചു കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തു. എനിക്കാണെങ്കിൽ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. പിന്നെ ഒരു കേക്ക് ഗിഫ്റ്റ് ചെയ്തതല്ല, അത് കട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ.
അങ്ങനെ എല്ലാവരും പിന്നെ ഒന്ന് ഉറങ്ങാനൊക്കെ പോയി. അപ്പം ഞാനും കുഞ്ഞുത്തും കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അവർ കൊണ്ടുവന്ന ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്ലാസ്സൊക്കെ എടുത്ത് ഫ്രൂട്ട്സ് ഇട്ടു, പിന്നെ ഐസ്ക്രീം ഇട്ടു, പിന്നെ പംകിൻ സീഡ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തു. ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത്. അപ്പം നമ്മൾ ഫ്രൂട്ട് സാലഡ്. അപ്പോൾ നമ്മളുടെ ഈ കുട്ടി ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ബൈ. അപ്പോൾ ടാറ്റ പറയും.